ആപ്കി അദാലത്തിൽ സ്വാമി രാംദേവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം അധികാര കേന്ദ്രത്തിൽ കൂടുതൽ ക്ലോസ് ആണ് എന്നുള്ളതാണ്. സ്വാമി, താങ്കളെ കാണുന്ന പത്രപ്രവർത്തകരോ അല്ലെങ്കിൽ മീഡിയ ആൾക്കാരോ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരോഗ്യം, യോഗ, ആയുർവേദം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കുറഞ്ഞിരിക്കുന്നു, രാഷ്ട്രീയം കൂടുതലാണെന്ന് പറയുന്നു. ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ, അതായത് ഞാൻ പാപം ചെയ്യേ, കുറ്റം ചെയ്യേ, അല്ലെങ്കിൽ രാഷ്ട്രീയം കളിക്കുക, അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ ഇന്നും വ്യക്തമായിട്ട് പറയാം, ഞാൻ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗിനും പോയിട്ടില്ല. ഭാവിയിലും എന്റെ തീരുമാനം ഇതാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ചേർന്നിട്ടില്ല. അതുപോലെ ഞാൻ ഭാവിയിലും എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേരില്ല. ഇതെന്റെ ശക്തമായ പ്രതിജ്ഞയാണ്. താങ്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേരില്ലെന്ന് പറയുന്നു, അപ്പൊ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണോ? കാര്യം എന്താന്ന് വെച്ചാ, ഞാൻ എന്റെ അഭിപ്രായം ഇത്ര ശക്തമായി തുറന്നു പറയുമ്പോൾ, ഒരു കാര്യം ഒരു വ്യക്തി എനർജിയോടുകൂടി പറഞ്ഞാൽ ആ കാര്യം ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെടുകയാണെങ്കിൽ ജനങ്ങൾ ഭയന്നു പോകുന്നു. അതുകൊണ്ട് ചില രാഷ്ട്രീയക്കാരും ഭയക്കുന്നു. ബാബാ രാംദേവ് ഇവിടെയും വന്നാൽ എന്തു ചെയ്യും? അതൊക്കെ അവരുടെ തോന്നലാണ്. അങ്ങനെ ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഹരിദ്വാറിൽ നിന്നും ഡൽഹിയിലേക്ക് താങ്കളുടെ ആശ്രമം മാറ്റുന്നു. യോഗ ഒരു പൂർണ്ണ പരിഹാരമായി മാറും. ലോകം മുഴുവൻ ജനങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അതിനുവേണ്ടി ശക്തമായ ഒരു അടിത്തറ വേണം. ആ ശക്തമായ അടിത്തറ ഡൽഹിയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ പറയുന്നത് വെച്ച് ഇന്ത്യയിലെ എത്രത്തോളം പണമാണ് സ്വിസ് ബാങ്കുകളിലുള്ളത്? ഏകദേശം 48 ലക്ഷം കോടി രൂപ, അതായത് ഇന്ത്യൻ മണി, സ്വിസ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 37 ബാങ്കുകളിലായി. ഇത് ഗവൺമെന്റ് റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യമാണ്. അതായത് യഥാർത്ഥത്തിൽ അവിടെയുള്ള ആ 48 ലക്ഷം കോടി രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മുടെ രാജ്യത്തുനിന്ന് കൊള്ളയടിച്ച ആ സ്വത്ത് പോർച്ചുഗലിലും ഇംഗ്ലണ്ടിലും ഹോളണ്ടിലുമുള്ള ആർക്കിയോസ് മ്യൂസിയത്തിൽ വെച്ചിരിക്കുകയാണ്. അതൊരു 50 ലക്ഷം കോടി ഉണ്ടാവും. എല്ലാം ചേർത്താൽ ഏകദേശം 1 ലക്ഷം കോടി രൂപയുണ്ടാവും. ഈ രാജ്യത്തിന്റെ ഒരു വർഷത്തെ ബഡ്ജറ്റ് 4.5 ലക്ഷം കോടി രൂപയാണ്. ഈ സ്വത്തുക്കളെല്ലാം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയാൽ രാജ്യത്തിന് 25 വർഷത്തോളം ഒരു ടാക്സും വാങ്ങാതെ മുന്നോട്ട് പോവാം. നിങ്ങൾ പറയും, സ്വാമിജി ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ? പക്ഷെ ഇതാണ് സത്യം. അതുപോലെ ഫിലിപ്പീൻസിൽ, ചേരയിൽ, നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ പോലും നമ്മുടെ രാജ്യത്തെ യൂറോ സ്കാമിലെ സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയ പണം. സ്വാമി, താങ്കൾ പറയുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി കേട്ടാ, താങ്കൾ യോഗ പഠിപ്പിച്ചു കൊടുത്താൽ മതി, ഇതിൽ എന്തിനാണ് തലയിടുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, ഇത് രാജ്യത്തിന്റെ പണമാണ്, അല്ലാതെ ഒരു വ്യക്തിയുടെ അല്ല. ഇത് ധനകാര്യമന്ത്രിയുടെ പണമല്ല, എംപിമാരുടേതുമല്ല, മുഴുവനും രാജ്യത്തിന്റെ സർക്കാരിന്റെ ജോലിയല്ലേ, അല്ലാതെ സന്യാസിമാരും സാധുക്കളും ചെയ്യുന്ന ജോലിയാണോ? ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ സന്യാസി ആവുന്നതിന് മുൻപ് ഒരു ഇന്ത്യനാണ്. ഒരു ഇന്ത്യൻ ഇന്ത്യയെക്കുറിച്ച് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു ഇന്ത്യൻ രാജ്യത്തിന്റെ സ്ഥിതിഗതികളെക്കുറിച്ച് പറയുന്നത് ഒരിക്കലും തെറ്റാവില്ല. അവരോട് പറയണം, ഞാനും കടക്കാരനാണല്ലോ. ഇപ്പൊ നിങ്ങൾക്കും കുറഞ്ഞത് 18,000 രൂപയുടെ കടമുണ്ട്. ഈ രാജ്യത്തിന് മൊത്തത്തിൽ 18, 12 + 6, ഈ രാജ്യത്തിന് മൊത്തം 18 ലക്ഷം കോടി രൂപ കടമുണ്ട്. അവർ ഒരുപക്ഷെ ആ പണം തന്നില്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പ്രപ്പോസൽ പാസാക്കി UNOയ്ക്ക് അയക്കണം. UNO മുഖാന്തരം സ്വിസ് ഗവൺമെന്റ് കാര്യം അറിയും. അവിടുന്ന് നമ്മുടെ പണം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തും. ഇത് വളരെ നല്ല കാര്യമല്ലേ? ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ താങ്കൾ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു തോന്നുന്നു. എനിക്ക് പ്രധാനമന്ത്രിയാകണമെന്നൊന്നും ആഗ്രഹമില്ല, ധനകാര്യമന്ത്രിയാവാനും ആഗ്രഹമില്ല. ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞത് ഫാക്റ്റ് ആണോ അതോ അല്ലയോ? നമ്മൾ പ്രധാനമായും നോക്കേണ്ടത്, ഒരുപക്ഷെ ഇത് ഫാക്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയൂ, ഈ കാര്യം ചർച്ച ചെയ്യപ്പെടണോ വേണ്ടയോ? പറയൂ, എല്ലാവരും പറയൂ. ചർച്ച ചെയ്യപ്പെടണമെന്ന് അവർ തന്നെ പറഞ്ഞല്ലോ. നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ധനകാര്യമന്ത്രിയോട് ചോദിക്കണം. നിങ്ങൾ എന്തിനാണ് കടം വാങ്ങുന്നതെന്ന്. ഇന്ത്യയിലേക്ക് മൾട്ടിനാഷണൽ കമ്പനീസിനെ വരുത്തുന്നു, ഭിക്ഷാടനം നടത്തുന്ന രീതിയിൽ രാജ്യത്തെ കൊണ്ടുവന്നിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ പണം തിരികെ വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഈ രാജ്യം ലോകത്തിലെ തന്നെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറും. അപ്പോൾ അമേരിക്ക നമ്മുടെ മുമ്പിൽ കൈകൂപ്പും. കാരണം അതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കടം വാങ്ങിയ രാജ്യം. ഈ ഒരു അവസ്ഥയിൽ ഒരു സാധാരണ മനുഷ്യനെന്ന നിലയ്ക്ക് എനിക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ രാജ്യത്തിനു വേണ്ടി ഓരോ ഇന്ത്യക്കാരനും ചിന്തിക്കണം. അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും ശരി, സന്യാസിയാണെങ്കിലും കുടുംബസ്ഥനാണെങ്കിലും ആരാണെങ്കിലും ശരി, ഈ രാജ്യത്ത് ജനിച്ചവർ ഈ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. താങ്കൾ മൾട്ടിനാഷണലിനെതിരായിട്ട് സംസാരിക്കുന്നു, അമേരിക്കയ്ക്കെതിരായിട്ട് തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്നു, രാഷ്ട്രീയക്കാർക്കെതിരായിട്ടും സംസാരിക്കുന്നു, ബാബാക്കൾക്കെതിരായിട്ടും സംസാരിക്കുന്നു. താങ്കൾക്ക് പേടി തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ ലോകത്ത് ഉള്ളതുവരെ ഈ ലോകത്തുള്ള ഒരു മനുഷ്യശക്തിക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്റെ കൂടെ ദൈവം ഉള്ളതുവരെ.
ഈ പാതയിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കറിയാം ഈ പാതയിൽ മുള്ളുകൾ ഉണ്ടാകുമെന്ന്. എന്നാൽ അതിനുശേഷവും ഞാൻ ഒരു കാര്യം പറയാം. അതായത്, ഉരലിൽ തലവെച്ചാൽ പിന്നെന്തിനാണ് ഉലക്കയെ കണ്ടു പേടിക്കുന്നത്? ഇത് ഞാൻ തുടക്കം മുതലേ സ്വീകരിച്ചതാണല്ലോ. ഇത് തീരുമാനിച്ചതിന് ശേഷമാണ് ഞാൻ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയുന്നു. രാജ്യ നന്മയ്ക്ക് വേണ്ടി പറയുന്നത് പാപമോ കുറ്റമോ അല്ല, മറിച്ച് രാജ്യത്തിനുമേൽ ഒരു ആപത്ത് വരുന്ന സമയത്ത് മിണ്ടാതിരുന്നാൽ അതാണ് കുറ്റവും പാപവും.